റിലീസ് തീയതി അടുക്കും തോറും സിനിമാ പ്രേമികൾക്കിടയിൽ എമ്പുരാനായുള്ള ആവേശം വർദ്ധിച്ചു വരികയാണ്. മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന സമയം മുതൽ തന്നെ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമായിരുന്നു. ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമായി എത്തുന്ന ചിത്രം വമ്പൻ താരനിരയിലാണ് ഒരുങ്ങുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിലെത്തുന്ന ചിത്രമായതിനാൽ തന്നെ വമ്പൻ ഹൈപ്പിലാണ് എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 150 കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ്. ലൂസിഫർ നേടിയ വമ്പൻ വിജയം എമ്പുരാനും സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ഇപ്പോഴത്തെ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വെച്ച് നടന്ന എമ്പുരാൻ സ്പെഷ്യൽ ഇവന്റിൽ മോഹൻലാൽ ആരാധകർ ഒത്തുകൂടിയ കാഴ്ചകളാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുന്നത്. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ 10,000-ത്തോളം മോഹൻലാൽ ഫാൻസ് പങ്കെടുത്തപ്പോൾ അത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യ അനുഭവമായി മാറുകയായിരുന്നു. ഒരു ദിവസം മുഴുവൻ എമ്പുരാന്റെ ടീസർ ലൈവിൽ പ്രദർശിപ്പിച്ചിരുന്നു. 60ഓളം കലാകാരന്മാർ പങ്കെടുത്ത സംഗീത നൃത്ത പരിപാടികൾ അരങ്ങേറിക്കൊണ്ട് എമ്പുരാനെ ആരാധകർ വരവേറ്റത് ന്യൂയോർക്ക് നിവാസികൾക്ക് പുതുമയും കൗതുകവും നൽകി. കേരളം കഴിഞ്ഞാൽ ഒരു മലയാള സിനിമയുടെ ഇത്തരം ചടങ്ങുകൾ നടക്കുക ദുബായിലാണ്. വലിയ ജനപങ്കാളിത്തത്തോടെ അമേരിക്കയിൽ ഇത്തരമൊരു ചടങ്ങ് നടത്തുകയെന്നത് വലിയ ശ്രമകരമായ കാര്യമാണെന്നാണ് ഉയരുന്ന ചർച്ചകൾ. ആവേശത്തോടെയാണ് എമ്പുരാൻ ടീസർ അമേരിക്കൻ മലയാളികൾ വരവേറ്റത്. അമേരിക്കയിലെ ഒരു കൂട്ടം മോഹൻലാൽ ആരാധകർ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഗെറ്റപ്പിലെത്തിയാണ് എമ്പുരാനെ സ്വീകരിച്ചത്. അതേസമയം മാർച്ച് 20-ന് റീ റിലീസായി എത്തുന്ന ലൂസിഫറിന്റെ ട്രെയിലറിന് വൻ വരവേൽപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.